നിങ്ങളുടെ വാക്കും നിങ്ങളുടെ ചിന്തകളുമായിട്ട് വളരെ വളരെ ബന്ധമുണ്ട്. ഞാൻ ഒത്തിരി വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. മരണവും ജീവനും നിങ്ങളുടെ നാവിന്മേലാണ്. ഒരിക്കൽ എനിക്ക് വളരെ ദയനീയമായിട്ടൊരു കാഴ്ച കൊണ്ട് ഒരു ദൈവദാസന്റെ ഡെഡ് ബോഡിക്ക് അടുത്ത് നിന്നുകൊണ്ട് ആ ഭാര്യ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടതാണ്. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞേ, എല്ലാ ദിവസവും എൻ്റെ ഹസ്ബൻഡ് പറയും ഞാൻ കുഞ്ഞുങ്ങളുടെ നന്മ കാണത്തില്ല, ഞാൻ പോവാ. പിശാച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിട്ട ചിന്തയെ അദ്ദേഹം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കേട്ട ഭാര്യ, അങ്ങനെ പറയരുത്, നമ്മൾ ദൈവമക്കളാണ്, നമ്മുടെ നാവിന് അധികാരമുണ്ട്, ജീവനോട് എഴുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നാണ് വചനം പറയുന്നത്, നിങ്ങൾ ദീർഘായുസ്സൊട്ടിക്കും എന്ന് പറയല്ല. ആ ഡെഡ് ബോഡി എന്ന് പറഞ്ഞു. അദ്ദേഹം എപ്പോഴും പറയാറ് ഞാൻ മക്കളുടെ നന്മ കാണത്തില്ല. അതാണ് ഈ പെന്തക്കോസ്ത് സഭകളിൽ പ്രത്യേകം ഞാൻ പറയാം, പാരമ്പര്യ സഭകളിൽ വന്നേക്കുന്ന വലിയൊരു അപകടമായിരുന്നു. ഒരിക്കലും നിങ്ങൾ പറയരുത്, നെഗറ്റീവ് പ്രോവസ് നിങ്ങൾ ഏറ്റെടുക്കരുത്. നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ പോകാത്ത ഒരു ബസ് ഒരു സ്റ്റാൻഡിൽ വന്ന് കിടക്കുക. നിങ്ങൾക്ക് എറണാകുളത്താണ് പോകേണ്ടത്, ട്രിവാൻഡ്രത്തിന്റെ ബോർഡാണ്, നിങ്ങൾ നോക്കാം, പക്ഷെ നിങ്ങളവിടെ കയറേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ളതല്ലത്. ഞാൻ എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ നെഗറ്റീവ് പ്രോഫസിയെ ക്യാൻസൽ ചെയ്യണം. ഞാൻ പണ്ട് പറഞ്ഞാണ് ഒരു പ്രോഫറ്റ് കേരളത്തിൽ. അതേ ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ കാണുന്നു, ഒരു അപകടം കാണുന്നു, കൈകാലുകൾ കാല് മുറിക്കുന്നതായിട്ട് കാണുന്നൊക്കെ പറഞ്ഞു. കണ്ട കാര്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആ കുടുംബം അത് ക്യാൻസൽ ചെയ്തില്ല. പരിജ്ഞാനമുള്ള ദൈവദാസന്മാർ അങ്ങനെ ഒരിക്കലും പറയുകയല്ല. എന്തോ ഒരു പ്രയാസം കാണുന്നു, പ്രാർത്ഥിച്ചാൽ മതിയെന്നേ പറയാവൂ. അതിന് വിശദീകരണം കൊടുക്കരുത്. ക്ലിയർ പിക്ചർ കൊടുത്തു. അവരെന്നും ഈ മകൻ പോകുമ്പോൾ പറയാൻ തുടങ്ങി, മോനെ സൂക്ഷിക്കണേ, മാസ്റ്റർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിനക്ക് വലിയൊരു അപകടം, നീ വലിയ രക്തം ചൊരിയോ, നിന്റെ കാല് മുറിയോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിന്നോട് പറയട്ടെ, ഒരു ആക്സിഡന്റ് നടന്നത് മാത്രമല്ല, ആ കാല് മുട്ടറ്റം മുറിഞ്ഞ് ആ ഒരു വടി കുത്തി ആ മകൻ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു അനുഭവം 10-15 വർഷമോ ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന 10-30 കിലോമീറ്റർ ഉള്ളിലുള്ള സംഭവം. ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, കാരണം അന്നത് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. എന്നും പറയാൻ തുടങ്ങി, മോനെ ഇങ്ങനെ പറഞ്ഞതാ, നീ സൂക്ഷിക്കണേ, അങ്ങനെ ചെയ്യണം. അതിനെ അന്ന് ക്യാൻസൽ ചെയ്യണം. നാവിൻ്റെ അധികാരം. ഇപ്പം ഞാൻ ഈ ആയുസ്സും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഏത് വിഭാഗത്തിലുള്ള ഹിന്ദു സഹോദരങ്ങളാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഇതിനെല്ലാവർക്കും വേണ്ടിയുള്ള മെസ്സേജ് ഞാൻ പറയുന്നു. നിങ്ങളുടെ നാവ് കൊണ്ട് നല്ലത് മാത്രമേ നിങ്ങൾ പറയാവൂ. നാവാണ് നിങ്ങളെ ഈ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല ജോലി ലഭിക്കും, ആരോഗ്യപരമായി ഞാൻ വളരും. എൻ്റെ മകനെ ഞാൻ ഇന്ന് രാവിലെ അവനോട് പറഞ്ഞു 3 കാര്യം ഞാൻ പറഞ്ഞു. സ്പിരിച്വലി നീ മാക്സിമം നീ അതിനകത്ത് മോളുണ്ട്, എന്നാലും മോനോട് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. 2, ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ കരിയറിൽ നീ ഏറ്റവും മാക്സിമൈസ്, എന്തൊക്കെ നിനക്ക് പഠിക്കാൻ കഴിയും, വളരാൻ കഴിയും. 3, നിന്റെ ഹെൽത്ത്. നിനക്ക് ഇത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് എക്സർസൈസ് എന്ത് കഴിക്കണോ കഴിക്കണ്ടായോ, എന്താ വേണ്ടത്, ജീവിതത്തിൽ വ്യക്തതയോടെ ഈ 3 കാര്യങ്ങൾ നീ ചെയ്താൽ നീ അനുഗ്രഹിക്കും. നിന്റെ പപ്പ പാസ്റ്ററാണ്, നീ പാസ്റ്ററല്ല, നിനക്ക് ജോലിയുണ്ട്, പക്ഷെ ജോലിയുടെ സമയത്ത് നിനക്ക് ചില കോൺട്രിബ്യൂഷൻ, ചില കാര്യങ്ങൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിനക്ക് ശുശ്രൂഷകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയും. ആത്മീയമായ ഒരു അടിസ്ഥാനം നിനക്ക് വേണം. പിന്നെ ഞാൻ പറഞ്ഞു, നിന്റെ അമ്മയെ നീ ആയിരിക്കുന്ന ജോലിയിൽ, ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഞാൻ പറഞ്ഞു അവിടെ വളരാൻ എന്തുമാത്രം നിനക്ക് വളരാൻ കഴിയുമോ. 3, നിന്റെ ഹെൽത്ത് നീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പപ്പ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യും, എക്സസൈസ് ഇന്നും ഞാൻ ചെയ്യണം. ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ഓരോ പ്രായത്തിൽ വേണ്ടത്, പ്രോട്ടീനായിട്ട്, മിനറൽസ് അല്ലെങ്കിൽ വെജിറ്റബിൾ എന്താണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യം നീ മെയിൻറ്റെയിൻ ചെയ്താൽ നിനക്ക് ഇതിലേക്ക് വരാൻ കഴിയും. അടുത്തത് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഇതാണ്. നിങ്ങളുടെ പോസിറ്റീവ് ചിന്തയോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും നല്ല കാര്യമാണ് എക്സസൈസ്. ഓരോ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ. ഞാൻ ചെറുപ്പം മുതൽ എനിക്കറിയത്തില്ല, ദൈവം എനിക്ക് അങ്ങനെ ഒരു അടിസ്ഥാനം. ഞാൻ 2-3 വർഷം ചെറുപ്പകാലങ്ങളിൽ ജിംനേഷ്യത്തിൽ അന്ന് മിസ്റ്റർ ജഗം അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വർഷങ്ങൾക്കും. ഞാനത് മുടങ്ങാതെ ഗ്രൗണ്ട് എനിക്ക് വേണ്ട സംഗതികൾ ഞാൻ ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞ ആഴ്ചയുടെ 4 ദിവസം ഞാൻ ചെയ്യും, ബാക്കി ദിവസം ഫാസ്റ്റിങ്ങും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, എന്നെ ആരും കൈപിടിച്ച് ഭാഷയെ പ്രസംഗിക്കുക അല്ലെ പറഞ്ഞു ആരും പറയത്തില്ല. ഞാൻ എന്നെ ചെയ്യേണ്ട കാര്യങ്ങളിൽ എനിക്ക് എൻ്റെ ശരീരം ഞാൻ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഞാൻ ഭക്ഷണ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. എൻ്റെ 60 വയസ്സ് കഴിഞ്ഞു. എനിക്കിനി ദൈവത്തിൻ്റെ വേല വർഷങ്ങൾ ചെയ്യണം. ഇതുപോലെ എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ ഞാൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് ഞാൻ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ പോയാൽ എനിക്കറിയാം, എനിക്ക് വളരെ ദീർഘനാൾ ജീവിച്ചിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി ദൈവം ഞാനത് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കണം. ആക്സിഡന്റുകളുടെയൊക്കെ മുമ്പ് ദയവുചെയ്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ നടക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷ എന്ന ലെവലിൽ ഞാൻ പറയുകയാണ്, നടക്കുന്ന ആക്സിഡന്റുകളുടെ പിൻപിൽ ശരിക്കും അത് ദൈവികമല്ല എന്ന് തന്നെ ഞാൻ പറയും. രോഗങ്ങൾ പോലും, ചിലക്ക് രോഗം ഞാൻ നേരത്തെ പറഞ്ഞു, സാഹചര്യം കൊണ്ട് രോഗങ്ങൾ വരാം. ഭക്ഷണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ വിഷമാണ് കഴിക്കുന്നതൊക്കെ, നിരന്തര ലൈഫ് സ്റ്റൈൽ,
ജീവിത രീതിയിലൂടെ രോഗങ്ങൾ വരാം. പിശാച് ഇടുന്ന രോഗങ്ങളുണ്ട്, അന്ധകാരപരമായ അങ്ങനെ ഉണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെ തെളിവുണ്ട്. പിശാച് ബന്ധിച്ച ഇവളെ പാപങ്ങൾ കൊണ്ട് രോഗങ്ങൾ വരാം. ഞാൻ ആ ഭാഗത്തൊന്നും കടക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആക്സിഡന്റുകളുടെ പിൻപിൽ ഞാൻ വാഹനം ഓടിക്കുന്നവരോടെല്ലാം പറയുവാണ്, നിങ്ങൾ വളരെ പ്രാർത്ഥിച്ച് നിങ്ങൾ വാഹനം എടുക്കാവൂ. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മാക്സിമം നിങ്ങൾക്ക് ഒരു സ്പീഡ് ലിമിറ്റ് അതിനപ്പുറത്തോട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കരുത്. എത്ര അർജന്റാണ് പോലും വളരെ കെയർ ആയിരിക്കും, വളരെ കെയർ. ഞാൻ എപ്പോഴും പറയുന്ന ഫ്രണ്ട് മിറർ, രണ്ട് സൈഡില് ബൈക്ക്, ഇതെല്ലാം നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ്. നിങ്ങൾക്ക് ക്ഷീണമാണ്. രാത്രികളിൽ നമുക്കറിയാം 3 മണിക്കും 2 മണിക്കും അപകടം നടക്കുന്ന നിങ്ങൾ ആ ക്ഷീണിതനാണ് നിങ്ങൾ ഓടിക്കരുത്. എത്ര ജീവനാ പൊലിഞ്ഞു പോകുന്നത് കൊണ്ട് അത് കഴിയാതെ നിങ്ങൾ പോകില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകൾ നിങ്ങൾക്ക് അറിയാം. എത്രയോ ഉറക്കളപ്പ് കഴിഞ്ഞാണ് പലരും വാഹനം എടുക്കുന്നതായിട്ട് പറഞ്ഞ് നമ്മൾ അറിയുന്നില്ല. ഒരു സെക്കൻഡ് കണ്ണടഞ്ഞു പോകുന്നു. അപ്പൊ അങ്ങനെ വരാം, കെയർലെസ് കൊണ്ട് വരാം. പിന്നെ ഇതിനെ പിൻപിൽ രക്തം ചൊരിയിക്കുന്ന അവകാശങ്ങളുണ്ട്. ഞാനത് ആത്മീയപരമായ ഞാൻ ആ ഭാഗത്തിൽ കിടക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞ കർത്താവേ നിന്റെ രക്തത്താൽ പൊതിയണമേ, സൂക്ഷിക്കണേ. പ്രാർത്ഥിച്ചാൽ വരത്തില്ലയോ? വരത്തുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് അതിന് നീക്കുപോക്കുണ്ട്. നമ്മൾ പറയത്തില്ലേ പഴമക്കാർ, കണ്ണിൽ കൊള്ളേണ്ട പിരികത്തുകൊണ്ട്. അപ്പൊ ഈ ആയുസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ, കുഞ്ഞ് കുളിക്കാൻ പോകുമ്പോഴും അല്ലെ പറയുമ്പോൾ ഗുണദോഷങ്ങൾ പറയുകയും, പിന്നെ നമ്മൾ അവർക്ക് ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യൗവനക്കാരാണ്, ബൈക്ക് നമ്മൾ കാണും, നമ്മൾ ഭയന്നു പോകും അവർ പോകുന്ന കാണും. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നുകളിലും ഈ ലഹരിയിൽ വാഹനം ഓടിക്കുന്നവരുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കറിയാം, നിയമങ്ങൾ അതിൻ്റെതായ ഭാഗങ്ങളുണ്ട്. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇതിനെല്ലാം ഗൗരവപരമായിട്ട് തന്നെ ഇതിനെ കാണുകയും ജീവിത വിശുദ്ധി ആവശ്യമാണ്. മദ്യപാനം ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ അനുവദനീയമല്ലെന്ന് തന്നെ പറഞ്ഞു. ഡോക്ടേഴ്സ് പറയുമ്പോൾ ആവശ്യത്തിന് കുടിക്കണേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നു, വേദപുസ്തകം പറയുന്നു, മദ്യപാനി ദൈവരാജ്യത്തിൽ അവകാശവാദം, മദ്യം കലഹക്കാരനാണെന്ന് വേദപുസ്തകം പറയുന്നു. മദ്യം സർപ്പം പോലെ ഇതിനെ കുത്തുമെന്ന് പറയുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ധാരാളം ചെയിൻ സ്മോക്കറായിരുന്നു. അല്പം കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള പാപം ചെയ്തു. തമ്പാക്ക് നമ്മുടെ പല പണിക്കാർ ഇങ്ങനെ അവർ അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ വരാൻ ഏറ്റവും സാധ്യതയുള്ളതാണ്. ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ആ മന്ദിരം നിങ്ങൾ നശിപ്പിക്കരുത്. ദൈവം നിങ്ങൾക്ക് തന്ന ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. യേശു പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ. തന്നെത്താൻ സ്നേഹിക്കാത്ത ഒരാൾക്ക് എങ്ങനെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയും? നിങ്ങൾ കെയർ ചെയ്യണം. പോറ്റി പുലർത്തുന്ന പോലെ നിങ്ങളുടെ ആ ശരീരം ദൈവം തന്ന ദാനമാണെന്നും അതിനെ ഞാൻ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു ചിട്ടയിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രാർത്ഥനയിലൂടെ വേണം എല്ലാം ആരംഭിക്കാൻ. നമ്മൾ ദൈവത്തോട് പറയുക, നാളുകൾ ദീർഘമാക്കണേ കർത്താവേ, നീയാണ് എന്നെ കൊണ്ടുവന്നത്. അപകടങ്ങൾ വരാമായിരുന്നു, രോഗം വരാമായിരുന്നു, തകർന്നു പോകേണ്ടതായിരുന്നു, നീ നിർത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ എന്നെ നടത്തണമേ,